ഡൽഹി മുതൽ രാജസ്ഥാൻ വരെ 700 കിലോമീറ്റർ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു സംരക്ഷണ ഭിത്തിയാണ് ആരവല്ലി മൗണ്ടൻസ്. രാജസ്ഥാന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഈ മലനിരകൾ ഇന്ന് അപകട നിലയിലാണ്. സുപ്രീം കോടതി അംഗീകരിച്ച ആരവല്ലി മലനിരകളുടെ സംരക്ഷണത്തിനു വേണ്ടി നാട്ടുകാരും പ്രകൃതി സ്നേഹികളും സമരത്തിലാണ്. ഈ മലനിരകളുടെ ഖനനത്തിന്റെ ഭാഗമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയുടെ ശുപാർശ 5 അംഗ ബെഞ്ച് അംഗീകരിച്ചു. ഇനി ഇതിന്റെ മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഭൂനിരപ്പിൽ നിന്നും 30 മീറ്റർ ഉയരത്തിലും 4 ഡിഗ്രി ചെരിവുകളുള്ള മലനിരകളും വെറും കുന്നുകളായി തന്നെ കണക്കാക്കപ്പെടുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സുപ്രീം കോടതി അംഗീകരിച്ച ഉത്തരവുകൾ അനുസരിച്ച് ഭൂനിരപ്പിൽ നിന്ന് 100 മീറ്റർ ഉയരമോ അതിൽ കൂടുതലോ ഉള്ള മലനിരകൾ മാത്രമാണ് ആരവല്ലി മലനിരകളിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാണ്. ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ആരവല്ലി മലനിരകൾ ഭൂരിഭാഗവും 100 മീറ്റർ താഴെയുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബാക്കി എല്ലാ ഇവന്മാർ അദാനിക്ക് തൂക്കി വിൽക്കാൻ പോവുകയാണ്. രാജസ്ഥാനിലെ 15 ജില്ലകളിലായി 20 മീറ്റർ മേലെ ഉയരമുള്ള 12,081 കുന്നുകളുണ്ട്. ഇതുപോലെ ഇതിൽ 1048 മലകൾ മാത്രമാണ് 100 മീറ്റർ മേലെയുള്ളത്. അതായത് ഇവിടുത്തെ 90% മലനിരകളും അദാനിക്ക് വേണ്ടി ഇടിച്ചു നിരത്താൻ പോവാണ്. ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് ഈ മലനിരകള്. അതുപോലെ ഥാർ മരുഭൂമിയിലെ പൊടിക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് ഈ മലനിരകളാണ്. ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു സുരക്ഷാ മതില് തന്നെയാണ് ഈ മലനിരകള്. ഈ പ്രകൃതി സമ്പത്തിനെയും സുരക്ഷാ വലയത്തെയും നശിപ്പിക്കുകയാണെന്ന് നമ്മുടെ രാജ്യസ്നേഹികള്. ഈ ഖനനം മൂലം ഭൂഗർഭ ജലനിരപ്പ് 2000 അടി വരെ താഴ്ന്നു പോകും എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനകം തന്നെ ഈ പ്രകൃതി ഖനനത്തിന്റെ ഭാഗമായി രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ കാർഷിക പ്രതിസന്ധി നേരിടുന്നുണ്ട്.